ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ കിട്ടിയാൽ. ഞാൻ നോക്കുക, പറയാം. 5 ആ ബ്രഹ്മസ്തംഭപര്യന്തേ ഭൂതഗ്രാമേ ചതുർവിധേ വിജ്ഞസ്യൈവ ഹി സാമർഥ്യം ഇച്ഛാനിച്ഛാ വിവർജ്യതേ. ആ ബ്രഹ്മസ്തംഭപര്യന്തേ ഭൂതഗ്രാമേ ചതുർവിധേ വിജ്ഞസ്യൈവ ഹി സാമർഥ്യം ഇച്ഛാനിച്ഛാ വിവർജ്യതേ. വിവർജനെ 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 സോറി വിവർജനെ വിവർജനെ വിവർജതയല്ല വിവർജനെ. ആ ബ്രഹ്മസ്തംഭപര്യന്തേ ചതുർവിധേ ഭൂതഗ്രാമേ വിജ്ഞസ്യ ഏവ ഹി ഇച്ഛാനിച്ഛാ വിവർജനെ സാമർഥ്യം ഭവതി. ആ ബ്രഹ്മസ്തംഭപര്യന്തം, ബ്രഹ്മാവ് മുതൽ സ്തംഭം പുൽക്കൊടി വരെ, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ, താഴെ മുതൽ മോള് വരെന്നോ മോള് മുതൽ താഴെ വരെന്നോ അർത്ഥം. ചതുർവിധേ ഭൂതഗ്രാമേ 4 പ്രകാരത്തിലുള്ളതായ ഭൂത സമൂഹങ്ങളിൽ, ഭൂതങ്ങൾ അണ്ഡജം, സ്വേദജം, ഉൽഭിഞ്ചം, ജരായുധം, 4 വിധ ഭൂതഗ്രാമങ്ങളിൽ വിജ്ഞസ്യ ഏവ ഹി തത്വജ്ഞാനിക്ക് മാത്രമേ ഇച്ഛാനിച്ഛാ വിവർജനെ ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാതെ ഇരിക്കാൻ സാമർഥ്യം ഭവതി കഴിയുള്ളൂ. ഭൂതഗ്രാമങ്ങളെ എടുത്താൽ ഭവന്തീതി ഭൂതാനി, ഉണ്ടായതെല്ലാം ഭൂതങ്ങളാണ്. ബ്രഹ്മാവ് മുതൽ ഉൾക്കൊടി വരെയുള്ള 4 തരം ഭൂതസമൂഹങ്ങളിൽ ഒന്നിനോടും ഇച്ഛയോ അനിച്ഛയോ ഇല്ലാതിരിക്കാൻ ജ്ഞാനിക്ക് മാത്രമേ കഴിയൂ. യാതൊരു വസ്തുവിനോടും, അത് 2 തരത്തിലും, ഭൂതഗ്രാമങ്ങളിൽ ഒന്നിനോടും ഭൂതഗ്രാമങ്ങളിൽ ജ്ഞാനിക്ക് മാത്രം, 2 തരത്തിലും അത് സമന്വയിപ്പിക്കാം. അതായത് ജരായുജം, അണ്ഡജം, സ്വേദജം, ഉൽഭിഞ്ചം, ഇത്രയാണ് ഭൂതഗ്രാമങ്ങൾ. അതായത് ജരായു പ്രസവിച്ച് വരുന്നതാണ്, ജരായുവേഷ്ടിതമായി ജനിക്കുന്നത്. ജരായുവേഷ്ടിതം, ജരായുവേഷ്ടിതം എന്ന് പറഞ്ഞാൽ ഉൽബവേഷ്ടിതം എന്ന് പറഞ്ഞാൽ മറുപിള്ള കൊണ്ട് മറച്ച് ജനിക്കുന്നത്, മറുപിള്ളയോടുകൂടി ജനിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞു മറുപിള്ള എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറഞ്ഞതിന് കാരണം പറഞ്ഞാൽ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാവും. പ്രസവിക്കുന്ന ചില പക്ഷികളുണ്ട്, അതിന് ജരായുവില്ല. പ്രസവിക്കുന്ന ചില ഉരകങ്ങളുണ്ട്, അത് ജരായുവല്ല, അത് ഉരകമാണ്. അവിടെ മുട്ട അകത്തിരുന്ന് വിരിയുകയാണ്. മനസ്സിലായില്ല? അണലിയുടെ മുട്ട ഉള്ളിൽ നിന്ന് വിരിയുകയാണ്, അത് പ്രസവമല്ല. അതുകൊണ്ടാണ് വൈദികർ പറയുമ്പോൾ തെറ്റുവരാതിരിക്കാൻ ജരായു പരിവേഷ്ടിതമായത് ജരായുജം, അണലിയൊന്നും അതിൽ പെടുകയില്ല.
എത്ര ശ്രദ്ധിച്ചാണ് ആ പദം എന്നാലോചിച്ച് നോക്കിക്കൊള്ളുക. അതായത് മറുപിള്ളയുള്ളത്. സസ്തനങ്ങളൊന്നും അല്ല പദം. സസ്തനെ അല്ലാതെ ജരായുവിനോടുകൂടി പ്രസവിക്കുന്നുണ്ടാകാം. അത് വെച്ചിട്ടാവും മനുഷ്യൻ മുതലായ ജരായുവേഷ്ടിതമായി ജനിക്കുന്നത്. ജരായുജം. ജരായു എന്ന് പറഞ്ഞാൽ ഉൽബം, എന്ന് പറഞ്ഞാൽ മറുപിള്ള. അതാണ് പ്രസവത്തിൽ പ്രധാനമായി കാണുന്നത്. അണ്ടജമായത് മുട്ട പൊട്ടിച്ചു പുറത്തു വരുന്നത് അണ്ടജം. സ്വേദജം സ്വേദങ്ങളിൽ നിന്നുണ്ടാകുന്നത്. സ്വേദമില്ലെങ്കിൽ അവ ജനിക്കില്ല. സ്വേദത്തിലാണ് അവയുടെ മുട്ട വീണ് ജനിക്കുന്നത്. സ്വേദജം എന്ന് പറയുന്നതുകൊണ്ട് സ്വേദത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നല്ല. സ്വേദമാണ് അവയുടെ ജനനത്തിന് കാരണമായ ന്യൂക്ലിക് അമ്ലത്തെയൊക്കെ പ്രദാനം ചെയ്യുന്നത്. അത് സ്വേദജം. ഉൽഭിഞ്ചം ഭൂമി ഭേദിച്ച് പുറത്തു വരുന്നത്. വൃക്ഷലതാദികളല്ല. വളരെ പൗരാണിക കാലം മുതൽ ഭൂതഗ്രാമത്തില് വൃക്ഷലതാദികളെ എല്ലാം പെടുത്തിയിട്ടുണ്ട് ജീവനുള്ള പട്ടികയിൽ. കല്ലിനെയും പെടുത്തിയിട്ടുണ്ട് വിളകൾ. അതും ഭൂമി ഭേദിച്ച് വളർന്നു വരുന്നതാണ്. അപ്പോ ഈ 4 വിഭാഗത്തിലാണ് ഭൂതഗ്രാമം. ആ 4 ഭൂതഗ്രാമത്തിൽ, ഭൂതസമൂഹത്തിൽ ജ്ഞാനിക്കു മാത്രമേ ബന്ധമില്ലാതിരിക്കാൻ പറ്റൂ. വേറൊന്നിനും പറ്റില്ല. ഭൂതങ്ങളോട് ജ്ഞാനിക്ക് ബന്ധമില്ലെന്നും ഭൂതങ്ങളിൽ ജ്ഞാനിക്ക് മാത്രമാണ് ബന്ധമില്ലാത്തത്. 2 തരത്തിലും എടുക്കാം. കാരണം ഭവിച്ചതിനൊക്കെ ബന്ധമുള്ള ജ്ഞാനം കൊണ്ട് മാത്രമേ ബന്ധം പോവുള്ളൂ. കാരണം ജനനത്തിന് ഒരുപാട് ഋണം സ്വഭാവേന കിടപ്പുണ്ട്. അതുകൊണ്ട് മാതാവിനോട്, പിതാവിനോട്, സഹോദരങ്ങളോട്, ചുറ്റുപാടുകളോട്, സമസൃഷ്ടങ്ങളോട് ഒക്കെ ബന്ധമുണ്ടാവും. അറിവ് കൈവന്നല്ലാതെ, പരിപക്വമായല്ലാതെ ഈ ബന്ധം പോവില്ല. അല്ലാതെ ബന്ധം വേണ്ടെന്ന് വെച്ചാലും ബന്ധം വരും. അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ അമ്മയോട് എനിക്ക് ബന്ധമൊന്നുമില്ല, ഇവരെനിക്ക് അമ്മയെ പോലെയാണ്. അതിനേക്കാൾ ഉത്തമമാണ് ഈ പോലെ ഇല്ലാതെ, മനസ്സിലായില്ല, ഈ പോലെ ഇല്ലാതെ അമ്മയുടെ ബന്ധം തെറ്റുന്നത്. ജ്ഞാനിയാണെന്ന് ഭാവിക്കാൻ അമ്മയൊക്കെ ഉണ്ട്. അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് അജ്ഞാനം. അവിടെ ചാരുവായി തീർന്നാൽ അജ്ഞാനമില്ല. എന്തമ്മ എന്തച്ഛൻ, നിങ്ങളല്ലേ പണ്ട് എന്തമ്മ എന്തച്ഛൻ എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഇത് അമ്മയെ പോലെ പോലെ വരും. അതുകൊണ്ട് ആ ബന്ധം തീരില്ല. പ്രകൃത്യാവുള്ള ബന്ധങ്ങളെ പ്രാരബ്ധം വിടുവോളം, എണ്ണം വിടുവോളം ചെയ്ത് ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് സംശുദ്ധമായി ബന്ധമില്ലാതെ പുറത്തു വന്നു. ഇതാണ് അതിന്റെ ക്രമികമായ വികാസം. തല്ലിപ്പൊഴിപ്പിക്കരുത്. പക്ഷെ ഇപ്പം കാലം തല്ലിപ്പൊഴിപ്പിക്കുന്ന കാലമാണ്. പുകയത്ത് വെച്ച് പൊഴിപ്പിക്കുക.
ഒരു സ്വാദും ഉണ്ടാവില്ല. പുകയുടെ ഒരു ദുസ്വാദുണ്ട്. ശരിയല്ല? അല്ലേ? ഡെയിലി ചൂട്ടുമൊക്കെ കാണിച്ച് അകത്തിട്ട് പുകച്ച് പാകമാകാത്തതിനെ ഒരു പരുവത്തിൽ പഠിപ്പിച്ച്. പുക വേണ്ടല്ലേ? കാർബൈഡ് ഉണ്ടല്ലേ? സാമ്പ്രാണി കത്തിച്ച് അങ്ങനെയാണ് പറയുന്നത്. ഓ, അപ്പൊ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. സാമ്പ്രാണിത്തിരിയുടെ ഒരു കുത്തലുണ്ടാവും. അത് കൊള്ളാമല്ലോ, നല്ലൊരു പ്രയോഗം. ചൂട്ട് കത്തിച്ചു എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല. സ്വാമി ഒന്നുമല്ലെങ്കിൽ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചെടുക്കുന്നതിന് സാമ്പ്രാണിത്തിരിയെന്നെങ്കിലും പ്രയോഗിക്കാവുന്നതാണ്. സ്വാമിമാരൊക്കെ പഠിപ്പിക്കുന്നതല്ലേ. അപ്പൊ ഞങ്ങള് അതിനെങ്ങനെ ചൂട്ട് കത്തിച്ചു എന്നൊക്കെ പറയുന്ന ഒരല്പം മോശമായിപ്പോയി. അതുകൊണ്ട് സാമ്പ്രാണിത്തിരി. അപ്പൊ പിന്നെ ഇനിയിപ്പം ഇതിന് വേണ്ടിയെങ്കിലും കുറച്ച് സാമ്പ്രാണി മുക്കിയെടുക്കാനും പറ്റും. അപ്പോ അതുകൊണ്ട് അങ്ങനെ പഴിപ്പിച്ചാൽ പാകമെത്തില്ല. കാർബൈഡൊക്കെ വെച്ച് പഠിപ്പിച്ചാൽ നിറമൊക്കെ വരും, ആസ്വാദ്യത കുറയും. അപ്പോ ജ്ഞാനിക്ക് മാത്രമേ, ജ്ഞാനം വരുമ്പോഴേ ബന്ധം പോകൂ. ബന്ധം കളഞ്ഞ് ജ്ഞാനം വരും. ജ്ഞാനിക്ക് മാത്രമേ ബന്ധം പോകൂ. രണ്ട് പ്രയോഗങ്ങൾ പ്രയോഗിക്കും. ബന്ധമില്ലാതായാലേ ജ്ഞാനം വരൂ. ജ്ഞാനം ഉണ്ടെങ്കിലേ ബന്ധം പോകൂ. ഇതൊരു ഇതൊരു അതിന് പറയാം, അറിവിൻ്റെ ഒരു സ്ഫുലിംഗം കിട്ടുമ്പോൾ ബന്ധത്തെ തിരിച്ചറിയും. തിരിച്ചറിഞ്ഞാൽ ബന്ധം ഒഴിവാകും. അപ്പോൾ ജ്ഞാനം പൂർണ്ണമാവും. സെൽഫ് പോയ വണ്ടി ഉന്തി സ്റ്റാർട്ടാക്കുന്നത് മനസ്സിലായില്ല? ഉന്തിയാൽ സ്റ്റാർട്ടാവില്ല. ഉന്തിയില്ലെങ്കിലും സ്റ്റാർട്ടാവില്ല. മനസ്സിലായിരിക്കുന്നു? ബന്ധമൊരൽപ്പം പോണം, ജ്ഞാനമൊരൽപ്പം വരണം, ബന്ധം പോണം. രണ്ടും ഏതാണ്ട് ഏകകാലത്തില് സംഭവിക്കും. ജ്ഞാനിയുടെ പരമ്പരയിൽ അജ്ഞാനി ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പൗരാണിക കാലം മുതൽ അത് സമ്മതമാണ്. ജ്ഞാന പരമ്പരയിൽ ഒരിക്കലും അജ്ഞാനി ജനിക്കില്ല. ഇത്രയൊക്കെ ആചാര്യന്മാർ ഒന്നിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഈ 4 വിധ ഭൂതങ്ങളിൽ ജ്ഞാനിക്ക് മാത്രമാണ് ബന്ധം ഇല്ലാത്തത്. അതുകൊണ്ട് ജ്ഞാനിക്ക് പുത്രനുണ്ടായ എതിർച്ചയാ അങ്ങനെ സംഭവിച്ചാൽ, പണ്ട് ഒരു പരമ്പര ഗൃഹസ്ഥന്റെ ഉണ്ടായിരുന്നു. അതിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. നാരായണൻ, പത്മഭുവൻ, വസിഷ്ഠൻ, ശക്തി, പരാശരൻ, അതെല്ലാം ആ ജ്ഞാന പരമ്പരയുടേതാണ്. അതിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ജ്ഞാനത്തിന്റെ വഴിയിൽ അവന്റെ പുത്രന്മാരെല്ലാം ജ്ഞാനികളായിരിക്കും. മറ്റൊരു പരമ്പരയുണ്ട്, ദക്ഷിണാമൂർത്തിയിൽ ആരംഭിക്കുന്നത്. അത് ബ്രഹ്മചര്യത്തിന്റെ പരമ്പരയാണ്. അവരെ ആ കൂട്ടത്തിൽ യോജിപ്പിക്കണ്ട. കാരണം അത് യോജിപ്പിച്ചാൽ പിന്നെ അതിന് വേറെ പല കുഴപ്പങ്ങളും. അതുകൊണ്ട് അതിനെ ആ പദ്ധതിയിലേക്ക് യോജിപ്പിക്കണ്ട. നാരായണൻ, പത്മഭവൻ, വസിഷ്ഠൻ, ശക്തി, പരാശരൻ, ഇങ്ങനെ ജ്ഞാനത്തിന്റെ ഒരു പരമ്പരയുണ്ട്. അതെന്നും അങ്ങനെ തന്നെ ജ്ഞാനം അതുകൊണ്ട് ഭൂമിയിലുണ്ടാവും.
ആ പരമ്പരയിൽ ഒരിക്കലും അജ്ഞാനി ജനിക്കില്ല. ജന്മനാ ജ്ഞാനം ഉണ്ടാകും എന്നതിനെ വേദങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ചാന്തോക്യം ഇതിനെക്കുറിച്ച് ഭംഗിയായി പറയുന്നത്. ചാന്തോക്യത്തില് വരികയില്ല നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല എന്ന് മാത്രം. ലോകത്തെന്നും ഈ ജ്ഞാനം ഉണ്ടാവും. പൗരാണിക കാലത്ത് എത്രയുണ്ടോ അത്രയും തന്നെ ഇപ്പോഴും ഉണ്ടാവും. ഇന്ന് പുസ്തകങ്ങൾ വഴിയായി അറിവ് നേടാനുള്ള അന്വേഷണം കൂടിയതുകൊണ്ട് മറ്റു വിഷയങ്ങളെപ്പോൾ ഇതും പഠിക്കാനുള്ള താല്പര്യം അന്വേഷിക്കുമ്പോൾ ആ അന്വേഷിക്കുന്നവർക്കെല്ലാം ആ അന്വേഷിക്കുന്നത് കിട്ടും. പക്ഷെ അതിൻ്റെ അകത്ത് അവർ ഇടയ്ക്കെവിടെയോ വായിക്കുന്നു, ഇതിന്റെ അനുഭൂതി കിട്ടില്ല. അപ്പൊ ആ അനുഭൂതിക്ക് അന്വേഷിക്കുമ്പോൾ തരാൻ ആളില്ല എന്നൊരു പരാതി അവരുണ്ടാക്കും. നേടാൻ യോഗ്യതയില്ല എന്ന് സമ്മതിക്കാൻ നമുക്ക് വിഷമമുണ്ടാവും. മനസ്സിലായില്ല? അവിടെയാണ് പ്രശ്നം. ഡെഫിനറ്റ് അറിവിന് മാത്രം ലോകമില്ല, ബാക്കി ഒന്നും കിട്ടാതെ വന്നേക്കാം. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭവും ഏറ്റവും അനവദ്യ സുന്ദരവും ഏറ്റവും അയത്ന ലളിതവും ജ്ഞാനമെന്ന് മാത്രം. കാരണം അത് പുറത്തുനിന്ന് ഉണ്ടാക്കേണ്ടതല്ല. അഷ്ടാവക്രഗീത നമ്മൾ പഠിക്കണം. ജ്ഞാനം പുറത്തുനിന്ന് പഠിക്കണ്ട. അഷ്ടാവക്രഗീതയുടെ പഠിപ്പില് യോഗ്യത കൈവന്നുവെങ്കിൽ അത് കിട്ടാം. മനസ്സിലായില്ല? കിട്ടിയിട്ടില്ല. കൈവന്നില്ലെങ്കിൽ ക്യാമ്പൊക്കെ അടിച്ച് പൊടിച്ച് സാമ്പാർ കുറച്ചുകൂടെ കൂട്ടണമെന്ന് വിചാരിച്ചാണ്. ഞങ്ങളുടെ നാട്ടിലെ സാമ്പാർ തേങ്ങയൊക്കെ ചേർത്തതാണ്. ഇവർ ഈ സാമ്പാർ എന്ന് പറയുന്നത് അവിടെ സാമ്പാർ എന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ ഈ സാധനമില്ല. പക്ഷെ അത് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാം. സാമ്പാർ നന്നായി, അതൊരു ജ്ഞാനമാണ്. മനസ്സിലായില്ല? ആ വിളമ്പിത്തന്ന ചേട്ടനും നന്നായിട്ട്. ഇങ്ങനെയൊക്കെ ഒരുമാതിരി ശരിയാക്കാം. അപ്പം മറ്റതല്ല. മറ്റത് അതുപോലെ തന്നെ ഒരാള് ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്ത് വീട്ടിൽ ചെന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല, കൂമ്പ് തോരനൊന്നുമല്ല, പുഴുക്ക് പോലെ ഉഗ്രൻ. അത് കൂമ്പാണെന്നേ മനസ്സിലായില്ല. കഴിച്ചിട്ടിറങ്ങി പിടുത്തമെന്ന് പറഞ്ഞപ്പോഴാണ് അത് കൂമ്പാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നുന്നില്ല. വേണമെങ്കിൽ അതിന്റെ ചർച്ചയിൽ ഒരു പരീക്ഷയും ആകാം. പക്ഷെ ജ്ഞാനം അത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല, അത് അസ്പർശയോഗമാണ്. ചോദിച്ചോളൂ. ഏതാ ഇതിനോട് ബന്ധപ്പെട്ടാണോ ചോദിച്ചു? കുട്ടികൾ എന്ന പദം ഞാൻ ഉപയോഗിച്ചില്ല. ജ്ഞാനിയുടെ പരമ്പരയിൽ അജ്ഞാനി ജനിക്കില്ല. കാണുന്ന പ്രബലമായ ജ്ഞാനിയുടെ എന്നുള്ളത് ഒരു ജ്ഞാനിയെ വിലയിരുത്താൻ നമുക്ക്
ആകാത്തതുകൊണ്ടാണ് ഞാൻ ജ്ഞാനി എന്ന പദം കൊണ്ട് വ്യക്തമായി പറഞ്ഞു ആത്മജ്ഞാനം. രസതന്ത്രം പഠിച്ചവർ, ഊർജതന്ത്രം പഠിച്ചവർ, ബുദ്ധിവൈഭവമുള്ളവർ, നന്നായി വ്യാഖ്യാനിക്കുന്നവർ, ഇതൊന്നും ജ്ഞാനത്തിന്റെ പരമ്പരയല്ല. അതെല്ലാം ബുദ്ധിയുടെ പരമ്പരയാണ്. അവിടെ അതുണ്ടാവണമെന്നില്ല. പക്ഷെ അവിടെയും പിതൃജവും മാതൃജവും ആത്മജവുമായതിൻ്റെ സംയോഗമായതുകൊണ്ട് വൈദിക സംസ്കൃതി പ്രകാരം അങ്ങനെ വന്നുകൂടാത്തതാണ്. അവിടെയും ജ്ഞാനമല്ല ആ ബുദ്ധിയുടെ വൈഭവത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ പരമ്പര മുഴുവൻ അത്രയും ഉന്നതമാണെങ്കിൽ അച്ഛൻ, അപ്പൂപ്പൻ അവരെല്ലാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കണ്ണിയിൽ ഒരിടത്തും അതിന് ലോപമില്ലെങ്കിൽ ഇതും മാതൃജവും പിതൃജവും ആത്മജവുമായത് യോജിച്ചെത്തുമ്പോൾ അങ്ങനെ വരരുതാത്തതാണ്. അവിടെ നിർത്തുകയാണ് നല്ലത്. അല്ലെങ്കിൽ വഴക്കിന് വഴിയുണ്ട്. അത് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. അവൻ ചോദിച്ചു മനുഷ്യരെ എന്നല്ല, ജ്ഞാനി എന്നതിന് നിങ്ങൾ ലൗകിക ജ്ഞാനം എന്നാണ് അർത്ഥം കൊടുക്കുന്നതെങ്കിൽ അത് ജ്ഞാനിയല്ല. നാം ഇതുവരെ പഠിച്ച തത്വമസിയുടെ അർത്ഥമറിഞ്ഞ ആത്മജ്ഞാനി. ഇനി ചോദിച്ചോളൂ. പ്രയാസമാണ്. ഞാൻ ആ പ്രയാസം എന്നത് 3 പ്രാവശ്യം എടുത്തു പറഞ്ഞത് സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും കാരണ ശരീരത്തിൻ്റെയും തലങ്ങളിലേക്ക് എപ്പോഴാണോ ഗുരുവിന് കടന്നു ചെല്ലാൻ ശിഷ്യൻ തുറന്നു കൊടുക്കുന്നത് അപ്പോഴേ സംഭാവ്യമാവും. ഗുരുശിഷ്യ പാരസ്പര്യങ്ങൾ പലപ്പോഴും ജാഗ്രത്തിന്റെ ലോകങ്ങളിലേ ഉള്ളൂ. എന്റെ ഗുരുവാണിയാൾ എന്നതൊരു ജാഗ്രത അനുഭവമാണ്. എന്റെ സ്വപ്നാനുഭവത്തിലേക്ക് ആ ഗുരുവിനെ കടത്തിവിട്ട് സ്വപ്നങ്ങളെ ഛേദിക്കാൻ അതിൻ്റെ ഉപാസനയുടെയും വിപാസനയുടെയും ഒക്കെ രംഗങ്ങൾക്ക് ആധുനിക ലോകത്ത് സാധ്യത ഞാൻ വിരളമാണെന്ന് പറയാം. ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല എന്നങ്ങ് തീർക്കുന്നില്ല, വിരളമാണ്. കാരണം ജാഗ്രതയിലല്ല ഇതിൻ്റെ പ്രശ്നസങ്കുലമായ ലോകം കിടക്കുന്നത്. പേരോ പ്രശസ്തിയോ ഉള്ള ഒരാളിനെ, അതുപോലെ തന്നെ വിനയാന്വിതനായ ഒരാളിനെ, ഏതെങ്കിലും മലമുകളിൽ കിടക്കുന്ന ഒരാളിനെ, ഏതെങ്കിലും തെരുവോരത്ത് കിടന്ന് ആരെങ്കിലും കൊണ്ടക്കൊടുക്കുന്നത് കഴിച്ച് വെറുതെ ഇരിക്കുന്ന ഒരാളിനെ ഒക്കെ എനിക്കും നിങ്ങൾക്കും പോയി എൻ്റെ ഗുരുവായി, നിങ്ങളുടെ ഗുരുവായി സങ്കല്പിക്കാം. ഞാൻ എല്ലാം പറഞ്ഞത് ഒന്ന് മാത്രമാകണമെന്നില്ല. ഇതിലേതിനെ സങ്കല്പിക്കുമ്പോഴും ജാഗ്രതയിൽ ആളുകളോട് എൻ്റെ ഗുരു ഗുരു എന്നെല്ലാം നാം പറയുമ്പോഴും നമ്മുടെ സ്വപ്നം എത്രത്തോളം ഗുരുവിനെ അംഗീകരിച്ചിട്ടുണ്ട്? ആ രൂപമൊന്ന് കുറച്ചുകൂടെ മെച്ചമായിരുന്നെങ്കിൽ, ആ വാക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ആ നടപ്പ് ഒന്ന് മാറിയിരുന്നെങ്കിൽ, ആ ഉടുക്കുന്ന വസ്ത്രം കുറച്ചുകൂടെ മാറ്റത്തിലായിരുന്നെങ്കിൽ, ഇങ്ങനെ സ്വപ്നത്തിന്റെ ലോകങ്ങളിൽ യോജിക്കാനാവാത്ത എത്ര എത്ര തലങ്ങളുണ്ടാവും. അറിവ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ സമഗ്രമായി കാണുകയാൽ
നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, ഇവിടെയൊക്കെ നിങ്ങൾ യോജിച്ചാൽ ഇപ്പൊ പോകുന്നത്. കടം വാങ്ങിക്കുന്ന യോജിച്ചാണ്, കടം കൊടുക്കുന്നുണ്ട്, കൊടുക്ക വാങ്ങലുണ്ട്, പിള്ളേരുണ്ട്, ഗൃഹിണിയുണ്ട്, ഇതെല്ലാം ഉണ്ട്, സമ്മതമാണ്. പക്ഷെ സ്വപ്നത്തിലുള്ള അന്തരം എന്തൊരു അന്തരമാണ്. കുടുംബത്തിൽ പോലും ശരിയല്ല. വൈകുന്നേരം ഒരാൾ നടന്നു പോകുമ്പോൾ ഗോപാലകൃഷ്ണൻ വെള്ളമടിച്ചിട്ട് പോവാണ്. ശരിയാണ് നീ പറഞ്ഞത്, അവനൊരല്പം ഓവറാണ്. നിങ്ങളാ തീരുമാനിക്കുന്ന അവൻ ഓവറാണ്. ഇവള് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യരുത്. നിരുപദ്രവകരായിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഇഷ്ടപ്പെട്ടില്ല, അവനെപ്പറ്റി കൂടുതലാണ്. ശരിയാണ്, നമുക്കെന്താ കാര്യം, നമുക്ക് മിണ്ടാതിരിക്കാം. അവനൊരു സാധുവാണെന്ന് തോന്നുന്നു, ഉള്ളു പൊള്ളയാണെന്നോ. പിന്നെ അവന്റെ ഉള്ളു പൊള്ളയാണെന്ന് നിങ്ങൾ അകത്ത് കയറി കണ്ടിരിക്കാം, നേരെ കഴിയത്. ശരിയല്ല, ശരിയല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇത്രയേറെ അന്തർസംഘർഷങ്ങളുള്ള ഒരു സമൂഹത്തിൽ പല അന്തരീക്ഷങ്ങളിൽ, പല വിദ്യാഭ്യാസ തലങ്ങളിൽ, പല സങ്കല്പനങ്ങളിൽ ജനിച്ച കുഞ്ഞ് അതിന്റെ വാസനാജാലങ്ങൾ പെരുകാൻ ഗർഭസ്ഥാവസ്ഥ മുതൽ കഴിക്കുന്ന ഔഷധങ്ങളും ആഹാരങ്ങളും വകതിരിവില്ലാത്തതായി. 84ാമത്തെ ദിവസം മുതൽ കേൾക്കുന്ന ശബ്ദം വൈകല്യങ്ങളുടേത് മുഴുവൻ കേൾക്കാൻ സമർത്ഥമാണ്. ഗർഭിണിയായ 84ാമത്തെ ദിവസം അകത്ത് കിടക്കുന്ന കുഞ്ഞ് ശബ്ദം കേൾക്കും. മനസ്സിലായില്ല? വീട്ടിൽ എന്തെല്ലാം കലാപം, മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം അറിവ്. കുഞ്ഞിനെയും കൊണ്ടുവന്നിരുന്ന് സീരിയല് കാണുമ്പോൾ, TV കാണുമ്പോൾ, കമ്പ്യൂട്ടർ വെക്കുമ്പോൾ, അത് ചെയ്യുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലൂടെ വരുന്ന ശബ്ദജാലങ്ങൾ അത്രയും ആവാഹിച്ചെടുത്തൊരു കുഞ്ഞ് 5.5 വയസ്സിൽ 50 വയസ്സുകാരന്റെ സ്വപ്ന ലോകങ്ങളെ പടുത്തുയർത്തിയാൽ മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ TV-യിൽ കണ്ട് നിങ്ങളുടെ 50ാമത്തെ വയസ്സിലും നിങ്ങൾ ചിന്തിക്കാത്ത പ്രേമരംഗങ്ങൾ വരെ 5.5 വയസ്സിൽ ചിന്തിക്കാൻ പ്രായമാകുമ്പോൾ നോ നോ. നാളെ ലൗകികമായി പോയി അച്ഛന്റെയോ അമ്മയുടെയോ ഇഷ്ടത്തിനോ തന്റെ ഇഷ്ടത്തിനോ അറിവിനോ വേണ്ടി ഒരാചാര്യനെ നമസ്കരിച്ചു ജാഗ്രത്തിൽ എന്നുള്ളത് കൊണ്ട് ആ സ്വപ്നലോകങ്ങളിൽ എപ്പോഴെങ്കിലും സർവസമന്വയത്തിന്റെ ഭാഷ വന്നൊന്ന് നമസ്കരിക്കാൻ പറ്റുമോ? മാത്രമല്ല അവന്റെ ധൃതിയും അവന്റെ ധീയും ആചാര്യനിൽ അത്ഭുത പരതന്ത്രതയുണ്ടായിട്ട് തന്റെ പ്രസ്ഥാനത്തിനും തനിക്കും നാളെ വളരാൻ തനിക്കൊരേണിയായി അവൻ തീരുമെന്ന് വിചാരിച്ച് അവനെ കൂട്ടത്തിൽ കൂട്ടുമ്പോൾ ഗുരു അദ്ദേഹമോ അവനോ? So there is a twist. There is a twist. That is the gist. മനസ്സിലായില്ല? സമ്മതം. ഒരു കാര്യം മാത്രം പോരല്ലോ. വാസനകൾ അടങ്ങിയാൽ പിന്നെ രണ്ടും ഒന്നായി. ഗുരുർനൈവ ശിഷ്യ. ഈ വാസനാജാലങ്ങളോടുകൂടി ഓടി ചെല്ലുമ്പോൾ ആ സ്വപ്ന സങ്കല്പങ്ങളുണ്ട്. ഗുരുവും സ്വപ്നങ്ങളുടെ ലോകത്താണ് നിൽക്കുന്നത് ആധുനിക കാലത്ത്. അതുകൊണ്ട് പിതാവ്
പുത്രൻ എന്ന വഴിയിലുള്ളത് കുറച്ചുകൂടി മര്യാദാമസൃണവും മറ്റത് വിരളമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു MBA സ്റ്റൈലിലുള്ളത്. പതുക്കെയാ പറഞ്ഞു, ഞാൻ ഉറക്കെ പറഞ്ഞില്ല. കാരണം അങ്ങനെയായി മാറി വരുന്നുണ്ട്. കാരണം എന്റെ ഗുരു ആത്മജ്ഞാനിയായിരുന്നു എന്ന പൗരാണിക സങ്കല്പത്തിന് മങ്ങൽ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഗുരു നക്സൽബാരിയായിരുന്നു, അതിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ആത്മജ്ഞാനിയായത്. അതിനൊരു വെയിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഗുരു ഈശ്വര നിഷേധിയായിരുന്നു, സകല വിഗ്രഹങ്ങളും ഉടച്ചവനാണ്, ഇപ്പൊ അയാൾ ആത്മജ്ഞാനത്തിൽ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു ഗമയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നാണ്, നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് എനിക്കറിയാം. ചോദ്യം വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇല്ലേ? ആത്മജ്ഞാനത്തിന് വ്യതിരിക്തമായി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉണ്ടായിരുന്നു എന്നും അത് വിട്ട് ഇപ്പോ ആത്മജ്ഞാനത്തിലാണെന്നും പറയുമ്പോൾ ആത്മജ്ഞാനത്തിന്റെ പ്രമാണം കിടക്കുന്നത് ആത്മജ്ഞാന വൈരുദ്ധ്യത്തിലാണ്. മനസ്സിലായില്ല? വിനയാന്വിതനായിരുന്നു, സംസ്കാര സമ്പന്നനായിരുന്നു, മര്യാദകളുള്ളവനായിരുന്നു, നല്ല അന്തരീക്ഷത്തിൽ വളർന്നവനായിരുന്നു. ഇതൊക്കെയായിരുന്നു പണ്ട് ഈ വഴിക്കുള്ള യാത്രയിലെ സ്വാഭാവിക ഗുണങ്ങൾ. അന്ന് പള്ളിയിലച്ഛൻ പുരോഹിതനാകാൻ പോലും ഈ ഗുണങ്ങൾ വേണമായിരുന്നു. ആത്മജ്ഞാനത്തിന്റെ ഒരു തലത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്നതായിട്ട് കൂടി അതിനു പോലും ഇതൊക്കെ നോക്കുമായിരുന്നു. ആ വിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റിയാൽ പറയാം. എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, ഞാൻ അങ്ങനെ പരിചയപ്പെടാനും ഇഷ്ടപ്പെടുന്നില്ല. കൂട്ടുകാരങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറയാം. എന്റെ അറിവിൽ ഒരു ബുച്ചർ, കശാപ്പുകാരന്റെ മകന് ഒരിക്കലും അങ്ങനെ ആ വഴി തേടാൻ പറ്റില്ലായിരുന്നു. കാരണം പുരുഷ പ്രയത്നത്തെക്കാളേറെ, പുരുഷാർത്ഥത്തെക്കാളേറെ പ്രാരബ്ധത്തിന്റെ ഒരു പാതയോട് ഇതിന് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട്. അല്ല, നേരത്തെ പറ്റിയില്ലായിരുന്നു എന്നാണ്. നേരത്തെ പറ്റി. അപ്പൊ അതിന്റെ ആ ഒരു സ്വപ്നവും സംസ്കാരവും കിടന്നാൽ മര്യാദാമസൃണമായ ഒരുത്തനോട് സംസാരിക്കേണ്ടതിന് പകരം, അതിന്റെ സംസ്കാരം കിടന്നാൽ ബ്രഹ്മചര്യത്തിന് പകരം, അതിന്റെ സംസ്കാരം കിടന്നാൽ ദാരിദ്ര്യത്തിന് പകരം, അതിന്റെ സംസ്കാരം കിടന്നാൽ അച്ചടക്കത്തിന് പകരം. കത്തോലിസിസത്തിൽ അച്ചടക്കവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അതാ ഈ മൂന്നെണ്ണേ ഉള്ളൂ. അച്ചടക്കം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം. ഈ മൂന്നെണ്ണം നിർബന്ധമാണ്. ദാരിദ്ര്യം ഉണ്ടാകണമെന്നല്ല, കാരണം ദാരിദ്ര്യം വരിക്കുകയാണ്. ഒരാൾ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം സ്വയം വരിക്കുകയാണ്. ആഡംബരങ്ങളുടെ പിന്നാലെ ഓടിക്കൂടാ. മനസ്സിലായില്ല? അച്ചടക്കം സ്വയം വരിക്കുകയാണ്. കത്തോലിസിസത്തിൽ ബ്രഹ്മചര്യം സ്വയം വരിക്കുകയാണ്. ബ്രഹ്മചര്യം കത്തോലിസിസത്തിൽ മാത്രമേ ഉള്ളൂ.
അപ്പൊ അതിൽ പോലും ഉണ്ട്. ഇപ്പൊ ലോകമെമ്പാടുമുള്ള ഈ വഴി നിങ്ങൾ തേടിയാൽ ഇതൊരു സംസ്കാര പരിവേഷമാണ്. അതാണ് പാരമ്പര്യ ആർജിതം എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഗുരു ശിഷ്യ പാരസ്പര്യത്തിലൂടെ കിട്ടില്ലേ? കിട്ടും. വിരളമാണ്, ചിലപ്പോൾ ഒത്തുവരും. അല്ലല്ലോ, ഒരിക്കലും. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു പാത തീർച്ചയായും തീർച്ചയായും ബൗദ്ധികമായി മാത്രമല്ല, അങ്ങനെ ഒരാളിന്റെ സ്പർശം കൊണ്ട് പോലും വാസനകൾക്ക് മാറ്റം വരാം. നമ്മൾ അതിന് ഉചിതമായ സമയത്തെത്തിയെങ്കിൽ. ഇതിന്റെ പിന്നിലൊരു അദൃഷ്ടമുണ്ട്. അതാണ് എനിക്ക് വ്യക്തമാക്കാൻ പറ്റാത്തത്. എന്റെ ഭാഷ പരിമിതമാകുന്നത് ദൃഷ്ടമൊക്കെ എനിക്ക് പറഞ്ഞുതരാം. അതിന്റെ പിന്നിൽ അദൃഷ്ടമുണ്ട്. അതിന് ഏത് പദം കൊണ്ട് പറയണമെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അതെന്റെ പോലെ തന്നെയാണ്. അങ്ങനെയൊക്കെ പേര് പറയാം. ഒരു അദൃഷ്ടം, എവിടെയോ ഒരു ആ പരാവരയെ അറിയാൻ, ഇങ്ങനെ പറയാം, പരാവര. അവിടെ വെച്ചാണ് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരാവരയെ അറിയുമ്പോൾ അപ്പൊ അത് വാക്കും കൊണ്ട് അറിയുന്നത്. വാക്ക് വൈഖരിയാണ്. വൈഖരിക്ക് അപ്പുറമാണ് മധ്യമാണ്. മധ്യമയ്ക്കപ്പുറമാണ് യോഗികൾ അറിയുന്ന പശ്യന്തി. ഓരോ വൈഖരിക്കും പിന്നിൽ ഹൃദയത്തെ ദ്രവിപ്പിക്കുന്ന മധ്യമയുടെയും പശ്യന്തിയുടെയും എല്ലാം ഉൾക്കാണ്ട് അറിഞ്ഞു പോകുന്ന ഒരു പരയുണ്ട്. അത് വാചാമഗോചരമാണ്. ഇതിന് ഗുരുവിന് ശിഷ്യനോട് സംവദിക്കാവുന്ന ഒന്ന് വൈഖരി. അത് മീമാംസ്യമായി ഉൾക്കൊണ്ട് വൈഖരിയിൽ നിന്ന് ശിഷ്യൻ കയറിപ്പോണം. അതാണ് പഠിപ്പിക്കുമ്പോഴുള്ള പരിമിതി. രണ്ട്, അർദ്ധഗർഭമായ ഗുരുവിന്റെ മൗനം. വാക്കുകൾക്കതീതമായ മധ്യമാണ്. ആ നിശബ്ദത ശിഷ്യഹൃദയത്തിൽ സ്പന്ദിക്കണം. ആ സൈലൻസ്, ആ നിശബ്ദത ശിഷ്യന്റെ ശബ്ദങ്ങളെ മുഴുവൻ അസ്തമിപ്പിക്കണം. മറിച്ച് അപ്പോൾ ശിഷ്യന് ശബ്ദങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഗുരുവിന്റെ ഓരോ വാക്കിനിടയിലും എപ്രകാരമാണോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കുതിച്ചു വരുന്ന ശബ്ദത്തിനിടയിലെ നിശബ്ദത എന്ന പോലെ. അതുകൊണ്ട് തന്ത്രയോഗികൾ വെള്ളച്ചാട്ടങ്ങൾക്കടുത്തിരുന്നാണ് പ്രാണായാമമൊക്കെ ചെയ്യുക. ശീൽക്കാരിയും ശീതളിയും സദന്തയും മക്ഷിക പ്രാണായാമവുമൊക്കെ. അതിന് കാരണം തൻ്റെ പ്രാണായാമ വേളയിലെ ശബ്ദത്തെ മറ്റേ ശബ്ദത്തിൽ ലയിപ്പിച്ച് ശബ്ദമില്ലാത്ത നിശബ്ദതയെ അതിനിടയിൽ നിന്ന് അനുഭവവേദ്യമാണ്.
ഇതിങ്ങനെ ഗുരു പോയിരുന്ന് ചെയ്യുന്നത് കണ്ട് ഇതാണ് ശിഷ്യ വഴി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവനും പോയി വെള്ളച്ചാട്ടത്തിന്റെ അടുക്കിരുന്ന് ഒന്നും കേൾക്കുന്നില്ല ഗുരു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോന്നാൽ ഒരു വല്ലാത്ത ശബ്ദവും അവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ചെവി പൊട്ടുന്ന ശബ്ദം. മനസ്സിലായില്ല? വെള്ളച്ചാട്ടത്തിനരികെ പോയിരുന്ന വെള്ളം ചാടുന്ന ശബ്ദത്തിന്റെ അപ്പുറം നിൽക്കുന്ന നിശബ്ദത, ശബ്ദായമാനമായ പ്രപഞ്ചത്തിൽ നിന്ന് ശബ്ദങ്ങളെ ഉത്ഭവിപ്പിക്കുന്ന നിശബ്ദതയെ ആസ്വദിക്കുവാൻ ഏതൊരു ഹൃത്തടത്തിന് കഴിയുന്നു? ഇവിടെയൊക്കെ നിങ്ങൾ സംശയം ചോദിച്ചാൽ വാക്കുകൊണ്ട് ആവോളം ഞാൻ കസർത്ത് ചെയ്തു തരാം. അവിടെ എനിക്ക് വാക്കിന് ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതാണ് ഇതിന്റെ പരിമിതി. കവിതാമയമായ വാക്കുകളൊക്കെ ഞാൻ ഉതിർത്തു തരാം. അതിലെവിടെയെങ്കിലും ഒരു നിശബ്ദതയിൽ നിങ്ങൾക്കൊരു കണ്ണിയാകാൻ കഴിഞ്ഞാൽ എനിക്ക് ചാരിതാർത്ഥ്യത്തിന് കുറവും വരില്ല. അവർക്കിത് കൃഷ്ടമാണ്. അങ്ങനെയൊക്കെ പറയാം, കുഴപ്പമുള്ള കാര്യമില്ല. അതൊക്കെ പറയാം. വാക്ക് പറയുമ്പോൾ അതേ വേവ് ലെങ്തിലാണെങ്കിൽ തീർച്ചയായും പറയാം. അപ്പൊ അതുകൊണ്ട് ഒരല്പം ക്ലിഷ്ടതയുണ്ട് ഇതിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗുരുവിന്റെ വിശേഷണങ്ങളെല്ലാം ഇന്ന് മാറിപ്പോയിട്ടുണ്ട്. ശിഷ്യബന്ധാവും മാറിയിട്ടുണ്ട്. എന്റെ ശിഷ്യൻ വിവേകമുള്ളവനാണ്, എന്റെ ശിഷ്യൻ വിരാഗതയുള്ളവനാണ്, എന്റെ ശിഷ്യന് സമാധി ശക്ത സമ്പത്തിയുണ്ട്, മുമുക്ഷുവാണ് എന്നതിന് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ശിഷ്യൻ MSc PhD കാരനാണ്. എന്റെ ശിഷ്യൻ ഇന്ത്യൻ പ്രസിഡന്റാണ് എന്നെ ഒന്ന് നമസ്കരിക്കുന്നത്. മനസ്സിലായില്ല? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ശിഷ്യന്മാർ എനിക്ക് ധാരാളമുണ്ട്. അടുത്തയിടെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് രാജ്ഞി എത്തിയിരിക്കുന്നത്. ഇതൊക്കെയായി മാറിയിട്ടുണ്ട് ആധുനിക ആധ്യാത്മികതയുടെ മൂലസ്രോതസ്സുകൾ. അഥാതോ ബ്രഹ്മജിജ്ഞാസയിലെ അധശബ്ദത്തിന്റെ അർത്ഥവ്യാപ്തികൾ മാറിപ്പോയൊരു ഘട്ടത്തിൽ അനന്തരം അതിനുശേഷം അത് കഴിഞ്ഞ് ഏത് കഴിഞ്ഞ് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആചാര്യ ശങ്കരൻ പറയും, വിവേകം, വൈരാഗ്യം, സമാധി ശക്തസമ്പത്തി, മോക്ഷം, സാധനാചതുഷ്ടയ സമ്പന്നനായി ബാഹ്യാഭ്യന്തര ശുചിയായിട്ട് അടുത്തയിടെയാണെന്ന് തോന്നുന്നു ഏതോ പത്രത്തില് ഞാൻ ഗുരുവായി സ്വീകരിച്ചു, എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ അച്ഛനും മകളും കൂടെ കൂടി ഒരു ഫോറിൻ പത്രത്തിൽ എങ്ങാണ്ട് കേസ് കൊടുത്തു. ശരിയല്ല. ബാഹ്യശൗചവും ആഭ്യന്തര ശൗചവും. ബാഹ്യശൗചം എന്ന് പറഞ്ഞാല് കക്കൂസിൽ പോയാലും ഒക്കെ ശൗചം ചെയ്യുക, ഭക്ഷണം കഴിച്ചാൽ വായൊക്കെ കഴുകുക. മനസ്സിലായില്ല? ഇതൊക്കെ പഠിപ്പിച്ചുവെങ്കിൽ, ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടാണ് വന്നതെങ്കിൽ കൊള്ളാം. ഇന്ത്യക്കാരാണെങ്കിൽ മാത്രം ശൗചം ചെയ്താൽ മതി
അവിടുന്നുള്ളവർക്ക് ശൗചമൊന്നും നിർബന്ധമില്ല എന്നാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അവിടെയും ഈ പ്രശ്നമുണ്ട്. ഞാനിതൊന്നും വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. പറയുമ്പോൾ എല്ലാം വിശദമായി പറഞ്ഞില്ലെങ്കിൽ കുറെ ഭാഗം വിട്ടുപോകും. എന്താണ് ഈ വഴിക്കുള്ള തടസ്സം? ഭൗതികമായ ദൃശ്യവിന്യാസങ്ങളെ പഠിപ്പിക്കുന്ന ശാസ്ത്ര മാതൃകകളിൽ പ്രാധാന്യം വരുമ്പോൾ ദൃശ്യം പ്രധാനവും ദൃക് അപ്രധാനവുമാണ്. ദൃക്കിലെ അറിവാണ് ആത്മജ്ഞാനമെങ്കിൽ ദൃശ്യത്തിന്റെ അറിവിന് പ്രാധാന്യം കൊടുത്ത് എങ്ങനെയാണത് നേടുക? ശരിയല്ലേ? ഇല്ലാതെ മാത്രവുമല്ല, ദൃക്കിനെ അറിഞ്ഞവൻ എന്ന് അഭിമാനിക്കുന്ന ഞാൻ എന്റെ ശിഷ്യന് ശിഷ്യപ്പെട്ട് ഊർജതന്ത്രത്തിന്റെയും രസതന്ത്രത്തിന്റെയും 2 ഉദാഹരണങ്ങളെങ്കിലും തൽക്കാലം സ്റ്റേജിലൊന്ന് കാച്ചാൻ കാണാതെ പഠിക്കാൻ തത്രപ്പെടുന്നു. അത് എനിക്ക് പറഞ്ഞു തന്ന് മറ്റ് ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് ഗുരു ഇന്ന് ഞാൻ പറഞ്ഞത് തന്നെ കാച്ചു, ഇന്നലെ ഹോംവർക്ക് ഞാനും കൂടെ ഇരുന്നാണ് ചെയ്തത്, ഗംഭീരായിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട് എന്ന് ബാക്കിയുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ഗുരുവിനോടുള്ളതിനേക്കാൾ ബഹുമാനം ശിഷ്യനോടുണ്ടാകും. ശിഷ്യൻ ഗുരുവിന്റെയും മറ്റ് ശിഷ്യന്മാരുടെയും ഗുരുവായി മാറുന്നു. ഈ അവാന്തര പരിണാമമെല്ലാം ആധുനിക ആധ്യാത്മിക മുന്നേറ്റങ്ങളിൽ തന്ത്രപ്രധാനങ്ങളായ അവസ്ഥകളാണ്. അതുകൊണ്ട് ക്ലിഷ്ടതയുണ്ട്. ശിഷ്യ പരീക്ഷണത്തിൽ ശിഷ്യൻ ചെല്ലുന്നത് തന്നെ കയ്യിൽ അഗ്നിച്ചമതയൊന്നുമായിട്ടല്ല. മഹാശാലനായ ശൗനകൻ അങ്കിരസിന്റെ മുമ്പിലെത്തുന്നത് വിനയാന്വിതനായിട്ട്. മഹാശാലനായ ശൗനകൻ. ഇനി കപ്പ കൃഷിയെ പറ്റിയോ പശുവിനെ വളർത്തലിനെ പറ്റിയോ എരുമയ്ക്ക് ടാങ്ക് കെട്ടുന്നതിനെ പറ്റിയോ ആതുരാലയം ഉണ്ടാക്കുന്നതിനെ പറ്റിയോ ഒക്കെ ചോദിക്കാനാണെങ്കിൽ അത് ശൗനകൻ അറിയുന്നിടത്തോളം അറിയാവുന്ന ആളുകൾ ആരുമില്ല. ആ ശൗനകൻ കയ്യിൽ അഗ്നിച്ചമതയുമായി കസ്മിന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീതി എന്ന് ചോദിക്കുമ്പോൾ, ഹേ ഭഗവൻ, ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുമോ? അത് എനിക്കറിയണം. അങ്ങനെ ഒരു പരിണാമം ഇന്നുണ്ടാകാൻ ക്ലിഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ പരിചയപ്പെടുത്തും. ഞാൻ ഇന്നിടത്തുനിന്നാണ് വരുന്നത്. അച്ഛൻ ഇത്ര ഏക്കറുണ്ടായിരുന്നു, അച്ഛൻ ഇന്ന നിലയുണ്ടായിരുന്നു, അച്ഛൻ ഇന്ന ആളായിരുന്നു, അമ്മാവൻ ഇന്നയാളാണ്, ബന്ധുക്കൾ ഇന്ന ആളുകളാണ്. അപ്പൊ തന്നെ ഗുരുനാഥൻ എഴുന്നേറ്റ് എന്ന് മറ്റാരുമില്ലെങ്കിൽ ഒരു കസേരയൊക്കെ എടുത്തുകൊണ്ടെന്ന് വരൂ, ഇരിക്കൂ, എന്നിട്ട് താഴേക്കിരുന്ന് എന്താണ് വേണ്ടത്? എനിക്ക് ആത്മജ്ഞാനം വേണം, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞു. ബേസിക് കോഴ്സും ഉണ്ട്. അവ പടിപടിയായിട്ടാണ്. അപ്പോ അവിടെ
വിദ്യ ബ്രാഹ്മണ വിദ്യാഹ ശേവധിഷ്ഠേസ്മി രക്ഷമ അസൂയകായ മാം മാതാ തഥാ വീര്യവത്തമ. വിദ്യ അതിരിക്കുന്ന ബ്രാഹ്മണനോട് വിദ്യ തന്നെ പറയുകയാണ്, എന്നെ അവിടുന്ന് വീര്യവത്താക്കുന്നവന് നൽകണം. അതിന് വേണ്ടുന്ന സ്വഭാവ ഗുണങ്ങൾ അത് കിട്ടിയാൽ സാധ്യമാണ്. അത് കിട്ടിയിട്ടുള്ള പഠിച്ചിട്ടുള്ളവരുടെ അടുക്കൽ രണ്ടും ശരി. അതിന് ക്ലിഷ്ടതയുണ്ട്. കിട്ടുകയില്ല എന്നല്ല പദം, ഒട്ടേറെ ക്ലിഷ്ടത. കാരണം കാലത്തിൻ്റെ ഒരു പോക്കില് ഇതിൻ്റെ ആ സംക്ഷോഭങ്ങളൊക്കെ മാറി. അതിലേറ്റവും രസം, ശൗനകൻ ചോദിക്കുമ്പോൾ അങ്കിരസ് പറഞ്ഞത് ഈ ചോദ്യത്തിന് ഉത്തരമാണോ എന്ന് പോലും നമുക്ക് സംശയിക്കും. ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയുമോ, അത് അറിയാൻ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മയ വേദവിദോ വദൻ പരാജൈവ അപരാജ. ശൗനക, അറിയപ്പെടേണ്ടതായി രണ്ട് വിദ്യകളുണ്ട്. ഒന്ന് പരാ, ഒന്ന് അപര. തത്ര അപര, പരയല്ലാദ്യം പറഞ്ഞേ, തത്ര അപര ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷമിതി. ഇവയൊക്കെയാണ് അപര, താഴ്ന്ന തരം വിദ്യ. ഇതിൽ കൂടിയതാണ് ഒരു സാധനം അപര. പര യദക്ഷരമധിഗമ്യത, അത് അക്ഷരമാണ്, ബ്രഹ്മപരമാണ്. പിന്നെയാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ക്രമമായ പോക്കിന് കുറച്ച് ക്ലിഷ്ടതയുണ്ട്. പക്ഷേ പഠിക്കാനുള്ള അഭിവാഞ്ച ഉണ്ടായാൽ ഇത് അയത്നലളിതവും സുലഭവും ഒക്കെയാണ്. നന്നായി ആഗ്രഹിച്ചാൽ തന്നെ വന്നിരുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി തന്നെ ഗുരുവിൽ പ്രത്യക്ഷപ്പെടുന്ന തരത്തിലുള്ളതാണ്. അത്ര അയത്നലളിതമാണ്. അങ്ങനെ സങ്കല്പിച്ച പോരല്ലോ, അത് അനുഭവപ്പെടണമല്ലോ. അതല്ലേ എൻ്റെ പ്രശ്നം. സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ഗുരു, പക്ഷെ അനുഭവമാവണമല്ലോ. സങ്കല്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്, അതിൻ്റെ പ്രയോജനം അത്രയുണ്ട്. പക്ഷെ അനുഭവമാകണമല്ലോ. ആ അനുഭവങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു അതിന് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അതൊന്ന് കിട്ടാൻ ചുറ്റുപാടുകളിൽ പണ്ടും അത്ര ആളുകൾക്ക് കിട്ടിയിരുന്നുള്ളൂ. ഇത് സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ജനതയുടെ മുഴുവൻ ധർമ്മമൊന്നും ആയിരുന്നില്ല. ഏതാണ്ട് നൂറ്റാണ്ടുകളോളം നമ്മൾ കേട്ടിട്ടുള്ള പേരുകളുടെ എണ്ണം എടുത്താൽ വെള്ളമെന്നേ ഉള്ളൂ. എല്ലാവരും ജ്ഞാനികളായിരുന്നെങ്കിൽ ഈ അന്വേഷണത്തിനും പഠിപ്പിനും പ്രസക്തിയില്ല. പിന്നെ മറ്റുള്ളതൊക്കെ വേണം. അത് രണ്ടാം ഭാഗം. ഇങ്ങനെയൊന്നും അല്ലെങ്കിലും ആത്മജ്ഞാനത്തെ തേടിയുള്ള മുന്നേറ്റങ്ങളും യോജിപ്പുകളും ആ അന്വേഷണമൊക്കെ വേണം. അതും ഒരു വഴിയാണ്. ഒരു പ്രയത്നം തുടങ്ങിയെന്ന നിലയിൽ ഒന്ന്. രണ്ട്, നന്മയുടെയും തിന്മയുടെയും ഭാവങ്ങൾ അവിടെ ഒത്തുകൂടുമ്പോൾ ലോകത്തിന്
അതിലെ തിന്മയിൽപ്പെട്ടവരെ കൊണ്ടുള്ള ശല്യം കുറയുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? ഒരു അഷ്ടാവക്ര രീതി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളും വന്ന് ഞാനൊരു വെറുതെ എവിടെയെങ്കിലും ഇരുന്നാൽ ഒരുപാട് ശല്യം ചെയ്യുന്ന ഒരു സ്വാമിയാണെങ്കിൽ, നിങ്ങളെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞാണെങ്കിലും ഈ സ്റ്റേജിൽ വന്നിരുന്ന് ഇത്രയും നേരം ഇരിക്കുമ്പോൾ ഇത്രയും നേരം ഞാൻ ജീവിച്ച നാട്ടിലുള്ളവർക്ക് സ്വസ്ഥത കിട്ടും. അതും ആത്മവിദ്യ പ്രദാനം ചെയ്യുന്ന ഒരു സ്വസ്ഥതയാണ്. കടമ ചെയ്യണമല്ലേ? അപ്പൊ ഒരു 10,000 ആളുകൾ ഇതാണെന്നൊക്കെ പറഞ്ഞ് വല്ല രാമനാമം ജപിക്കുകയോ കൃഷ്ണനാമം ജപിക്കുകയോ നൃത്തം ചെയ്യുകയോ ബഹളം ചെയ്യുകയോ ഒന്നിച്ച് കമ്മ്യൂണായിട്ട് കഴിയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പുറത്തുള്ളവർ രക്ഷപ്പെടില്ലേ? സോ അങ്ങനെയും ഇതിന് പ്രയോജനമേ ഉള്ളൂ, സംശയമൊന്നുമല്ല, ഉപദ്രവമില്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ഏതായാലും പറയിപ്പിക്കാൻ എന്നിട്ട് സ്വാമിജി പറഞ്ഞു എന്നൊരു പ്രമാണം ഉണ്ടാക്കാൻ വേണ്ട. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ലോകമുണ്ട്. ആത്മവിദ്യയുടെ ലോകം അതേത് വിധത്തിൽ പോയാലും അതിന്റെ പ്രയോജനം ഒരു ഭാഗമുണ്ട്. എന്നാൽ പൂർണ്ണമായ ആത്മവിദ്യ പ്രാപ്തിക്ക് ക്ലിഷ്ടത അതങ്ങ് തരണം ചെയ്താൽ അയത്ന ലളിതമാണ്. അപ്പം പൂർണ്ണമായി ക്ലിയറായി ഞാൻ വിചാരിക്കുന്നു.